യഹോവയെ ബാറിക്കുമോർ ബാറിക്കുമോർ. ത്രിയേക ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരുമിച്ച് ഒരു ദിവസവും കൂടി ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രേയറിൽ നമുക്ക് വരുവാൻ ദൈവം അനുവദിച്ചുവല്ലോ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് മർത്തമറിയം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ നമ്മുടെ മധ്യേ നമ്മുടെ കർത്താവ് എഴുന്നള്ളിയിട്ടുണ്ട്. യഹോവയെ സ്തുതിപ്പിൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ള അന്നും നാം യഹോവയെ സ്തുതിക്കും. നാം ഉള്ള കാലത്തോളം നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യും. യഹോവയെ സ്തുതിപ്പിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാനും പരിശുദ്ധാത്മാവെ നയിക്കണമേ എന്ന് അപേക്ഷിക്കുവാനും ഏറ്റവും ബഹുമാനപ്പെട്ട എ ബി അച്ഛൻ ഓപ്പണിംഗ് പ്രയർ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. ബർഖുമാർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ആരാധിപ്പാൻ യോഗ്യനും ആശ്രയിപ്പാൻ മതിയായവനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹീതമായ കൂടിവരവിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവരുടെ മധ്യേ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വസിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും തിരുസന്നിധിയിൽ തരുന്നു. ഓരോരുത്തർക്കും ആവശ്യഭാരങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടല്ലോ. അവയെല്ലാം നീ അറിയുന്നു. ഞങ്ങൾ അറിയുന്നതിന് മുമ്പേ അവിടുന്ന് അറിഞ്ഞ് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവവും നീയാണ്. നിന്റെ മുൻപിൽ തലവണങ്ങിയിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ഇന്ന് കൂടി വരുവാൻ കഴിയാതെ പോയവരെയും അനുഗ്രഹിക്കണം. ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും നിന്റെ സന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ കാത്തു പരിപാലിക്കണം. ഞങ്ങളെ കുറവുകളെയും ബലഹീനതകളെയും പാവങ്ങളെയും ഓർക്കരുതേ. അവയെ ഓർക്കുന്നെങ്കിൽ ഞങ്ങൾ ഒന്നുമില്ലാത്തവരായിത്തീരും. എങ്കിലും അവിടുത്തെ വലിയ കൃപ ഞങ്ങളെ നടത്തുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ കൃപ നിനക്ക് മതി എന്ന് അരുളി ചെയ്ത നിന്റെ ശബ്ദം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ കൃപ വലുതായി ലഭിപ്പാനും അതുമൂലം ഞങ്ങൾ മുൻപോട്ട് ഗമിപ്പാനും തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണം. പ്രാർത്ഥിമാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരെയും തിരുസന്നിധിയിൽ തരും. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ഭദ്രാസനത്തെയും അതിന്റെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. വചനം സംസാരിക്കുന്നവരെ കാത്ത് പരിപാലിക്കണമേ. അവരുടെ നാവിന്മേൽ നീ ഇരിക്കണം. ഞങ്ങൾ വാങ്ങിപ്പോരെ അബ്രഹാമെ പോലെ വസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകും. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അതിധന്യനാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാറിയാനിസ് തിരുമേനിക്കും ആദരണീയരായ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം പറയുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഹ്യൂസ്റ്റൺ റീജിയൻ ആകുന്നു. ആ സമയത്ത് അഭിവന്യ തിരുമേനിയെയും ഐസക് പ്രാസ് അച്ഛനെയും സുനു ജോയി, ലിനി കൊച്ചമ്മ, നേരത്തെ ഭാരവാഹികളെയും പുതിയ ഭാരവാഹികളായ ബഹുമാനപ്പെട്ട എബി അബ്രഹാം അച്ഛനെയും ഷീനയും എല്ലാ ഭാരവാഹികളെ, റീജിയണൽ സെക്രട്ടറിമാർ, യൂണിറ്റ് സെക്രട്ടറിമാർ, എല്ലാ അംഗങ്ങളെയും സമർപ്പിക്കുന്നു. ഹ്യൂസ്റ്റൺ റീജിയനിലുള്ള എല്ലാ ദൈവാലയങ്ങളെയും അച്ഛന്മാര്, കുസുമമാര്, റീജിയണൽ സെക്രട്ടറി, യൂണിറ്റ് സെക്രട്ടറി, അംഗങ്ങള്, തലകൾ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളെയും, ഒപ്പം ഹ്യൂസ്റ്റൺ റീജിയനിലെ സെയിന്റ് ഗ്രിഗോറിയോസ് ദേവാലയ 19-ാം തീയതി ദൈവം അനുവദിച്ച ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആകുന്നല്ലോ. അഭിവന്യ തിരുമേനി ഇവിടെ സെലിബ്രന്റ് ആയിട്ട് ചെയ്യുകയാണല്ലോ. അതിന് പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു. 2009 മുതൽ ഈ മർത്തമറിയം സമാജത്തിന്റെ എല്ലാ ഭാരവാഹികളും, തിരുമേനിമാരും അച്ഛന്മാരും എല്ലാ മർത്തമറിയം സമാജം ഭാരവാഹികളെയും സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് ഒരു പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടി അഭിവന്യ തിരുമേനി പ്രാർത്ഥനയോടുകൂടി ഏറ്റെടുത്തതാകുന്നു. ബഹുമാനപ്പെട്ട സാലികൊച്ചമ്മ തമ്പാനച്ചൻ ഒരു ഗ്രൂപ്പ്
ഒരു ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ജിനിയുടെ ആത്മാവ് ഷോൺ മാത്യു അച്ഛൻ, ആ കുടുംബം ഈ പ്രയർ ലൈനുമായിട്ട് ഒരു ബന്ധം അവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ജോളി ജോസിന്റെ പിതാവിന്റെ വാങ്ങിപ്പോയ പിതാവ് ജോളി ജോസ്, ഒരു വലിയ ഗ്രൂപ്പ് ഈ പ്രാർത്ഥനയുടെ പിന്നിൽ പരിശുദ്ധാത്മ നിയോഗമുണ്ട്. അവരെ എല്ലാവരും പേര് എടുത്തു പറയുന്നില്ലെങ്കിലും ഓരോ വ്യക്തിയും തമ്പുരാൻ അറിയുന്നു. ഓരോ റിക്വസ്റ്റ് തന്നവരും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും, തലകൾ വണക്കിയിരിക്കുന്നവരും വന്നു ചേരാൻ സാധിക്കാത്തവരും പുതിയതും പഴയതുമായ ഭാരവാഹികളെ പങ്കെടുക്കുന്നവരെ സംബന്ധിക്കാൻ കഴിയാത്തവരും പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ ഓരോരുത്തരും ലോകം മുഴുവനുള്ള മക്കളെ ഈ സമയത്ത് സമർപ്പിച്ചുകൊണ്ട് ഒരു പാട്ട് പാടിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട ഡെയ്സി ജോർജ് പാട്ട് പാടുന്നവർ കേൾക്കാമോ ആൻറ്റി? കേൾക്കാം. സർവേശ്വര വചനം നരന തീരാൻ റുക്കുദിശ പൂവിൽ തിരഞ്ഞെടുത്ത തന്നെ കന്യകമറിയാമേ ചിന്നയുടെ ജനനേ നന്മ നിറഞ്ഞോളേ അൻപോടു പ്രാർത്ഥിക്കാം അമ്മേ ഭാഗ്യവതേ അമ്മേ ഭാഗ്യവതേ തരണിതലയുടയോഗ്യതമാം അത്ഭുത കോവണിയായി ബേഥേലിൽ യാക്കോബ് നിന്ദ്രഷ്ടാന്തം കണ്ടു നരകുലരക്ഷിക്കാൻ ദേവസുതൻ വെളിവായി മഹിതം ഭാജനമേ അമ്മേ ഭാഗ്യവതേ അമ്മേ ഭാഗ്യവതേ സീനായ് മാമലയിൽ ജ്വാലയിലെരിയാത്ത മുൾമരമായി നിന്നെ മോശ നിപി മുൻകുറി കണ്ടു കന്യാവ്രതമാത്രേ കഴിവെന്നെ ദൈവ സുതനുടെ പെറ്റമ്മേ അമ്മേ ഭാഗ്യവതേ അമ്മേ ഭാഗ്യവതേ ആദാമിനെ മണ്ണാൽ മെനഞ്ഞു യുടയോനേ തന്റെ ഉദരേ കൊണ്ടവളെ മോതാൻ പരിപാലിച്ചോളേ ജീവതനുടയോനെ സ്തന്യമതേകിയോളേ പാവിന കന്യകയേ അമ്മേ ഭാഗ്യവതേ അമ്മേ ഭാഗ്യവതേ. പ്രിയപ്പെട്ട ഡെയ്സി ജോർജിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ മാതാവിന്റെ വിത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ. മാതാവിന്റെ മധ്യസ്ഥയിലുള്ള ഈ പ്രാർത്ഥനയിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബൈബിൾ വായിച്ച് നമ്മെ സഹായിച്ച ലാലമ്മ ശമുവേല്, വായിക്കാൻ പറ്റിയില്ലെങ്കിലും ലിയ റോബിൻ,
ബോംബെയിൽ നിന്ന് ഇരുന്നു കൊണ്ട് വായിച്ച അമ്മുക്കുട്ടി തങ്കച്ചൻ, പ്രാഹലൂട്ടി അമ്മമ്മ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇപ്പോഴും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കാം. പ്രിയപ്പെട്ട ഏലിയമ്മ മാത്യു ആണ് വായിക്കുന്നത്. പരിശുദ്ധ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. എല്ലാവരും വേദപുസ്തകം തുറന്നു വെച്ച് പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഏലിയമ്മ മാത്യു വായിക്കണമേ. വിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ 12-ാം അധ്യായം 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവരെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവൻ എങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. സ്നേഹം നിർവാജ്യമായിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുവീൻ. ആശയിൽ സന്തോഷിക്കുവീൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവീൻ. പ്രാർത്ഥനയിൽ വിട്ടിരിക്കുവീൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആദരിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവീൻ. ശപിക്കാതെ അനുഗ്രഹിക്കുവീൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പഭാവം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാൻ എന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളും സകല മനുഷ്യരോടും സമാധാനമായിരിക്കുവീൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവത്തിന് ഇടം കൊടുക്കുവീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്നുവാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ബാരിക്കുമോ. പ്രിയപ്പെട്ട ഏലിയമ്മ മാത്യുവിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏലിയമ്മയ്ക്ക് കണ്ണിന് ഇച്ചിരി കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും ദൈവവചനം വായിക്കാൻ ദൈവം ശക്തി കൊടുത്തല്ലോ. അതേപോലെ അവസ്ഥയുള്ള എല്ലാ മക്കളെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ കൗമ ചൊല്ലി കൗമായും പിതാവ് പ്രാർത്ഥനയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യ മുതൽ എന്നേക്കും തന്നെ. ആമേൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നിനും വരുവാനിരിക്കുന്നതിനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളുടെ ആരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യവർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ.
ബാറഖുമോർ, എന്റെ സൃഷ്ടാവേ, നിന്റെ ദൈവത്വത്തിന്റെ ധാരാളമായ കരുണകളാൽ കൃപയോടെ എന്നെ രക്ഷിക്കണമേ എന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കൃപയിലും കരുണയിലും അല്ലാതെ എനിക്ക് വേറെ ശരണവും ആശ്രയമില്ല. കർത്താവായ യേശു മിശിഹ, സങ്കടകരമായ കണ്ണുനീരോടുകൂടി നിന്റെ ദൈവത്വത്തോട് പ്രാർത്ഥിക്കുന്നു. വർണ്ണിക്കപ്പെടാവതല്ലാത്ത നിന്റെ ആർദ്ര കരുണകളാൽ എന്റെ ജീവകാലമൊക്കെയും എന്റെ ബലഹീനതയ്ക്ക് നീ സഹായിക്കണമേ. അശുദ്ധ പിശാചുക്കളുടെ വഷളത്വത്തിൽ നിന്ന് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. നിന്റെ കൃപയാൽ എന്റെ സർവ്വകുറ്റങ്ങൾക്കും പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും നിന്റെ സന്നിധിയിൽ നിന്ന് മോചനം നൽകണമേ. ദീർഘക്ഷമയുള്ളവനും കൃപയും സത്യവും വളരെയുള്ളവനുമായ ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്ന ഈ സമയത്ത് എന്റെ ബലഹീനതയിലേക്ക് നീ തിരിഞ്ഞു നോക്കണമേ. കർത്താവേ, നിന്റെ കരുണയാൽ എന്റെ ബലഹീനതയെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത് എന്ന് പിശാച് കണ്ണിന് ലജ്ജിപ്പാനും നിന്റെ പരിശുദ്ധ തിരുനാമത്തെ നിന്നേക്ക് മഹത്വപ്പെടുത്തുവാനുമായിട്ട് നിന്റെ കൃപയാൽ കരുണയോടെ നല്ല അടയാളം എന്നിൽ സ്ഥാപിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. ആമേൻ. ബഹുമാനപ്പെട്ട എബിയച്ചനെയും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴേ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട പുഷ്പ തോമസ് പാട്ട് പാടുന്നതായിരിക്കും. കേൾക്കാം. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും, എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ രോഗവും എന്റെ സൗഖ്യവും നീ എനിക്കു തന്നതൊക്കെയും, എന്റെ രോഗവും എന്റെ സൗഖ്യവും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ കീർത്തിയും എൻ പുകഴ്ചയും നീ എനിക്കു തന്നതൊക്കെയും, എന്റെ കീർത്തിയും എൻ പുകഴ്ച തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ശബ്ദവും എൻ ധ്വനികളും നീ എനിക്കു തന്നതൊക്കെയും, എന്റെ ശബ്ദവും എൻ ധ്വനികളും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ സമ്പത്ത് എന്റെ വിദ്യയും നീ എനിക്കു തന്നതൊക്കെയും, എന്റെ സമ്പത്തും എന്റെ വിദ്യയും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്കു തരുന്നതൊക്കെ, എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്കു തരുന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ആമേൻ. പുഷ്പയും പുഷ്പയുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നമുക്ക് നമ്മളും എല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നതായിട്ടാണല്ലോ പാട്ടിൽ സൂചിപ്പിച്ചതെല്ലാം. നമുക്ക് തന്നതെല്ലാം
ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ നമ്മുടെ ധ്യാന പ്രസംഗമാകുന്നു. ബഹുമാനപ്പെട്ട എബി അച്ഛൻ ബഹുമാനപ്പെട്ട സാലി കൊച്ചമ്മയെ, സൂസൻ തമ്പാൻ കൊച്ചമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാകുന്നു. വേദവസ്തുവിന് ജ്ഞാനമോ ആകർഷണീയമായ വാക്കുകളോ അല്ല, പരിശുദ്ധാത്മാവ് നയിക്കുവാൻ ഇടയാകട്ടെ. ബഹുമാനപ്പെട്ട കൊച്ചമ്മയും അച്ഛനെയും കുടുംബത്തിന്റെ പ്രവർത്തനങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥനയോടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ നമുക്ക് നാവോടുകൂടി ഇരിക്കണമെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥനയെ സൂചിപ്പിച്ചതുപോലെ നമുക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം. ബഹുമാനപ്പെട്ട അച്ഛൻ ബഹുമാനപ്പെട്ട കൊച്ചമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ഒരു വെള്ളിയാഴ്ച ദിവസം കൂടി നമ്മൾ എല്ലാവരും ചേർന്ന് വന്നിരിക്കുന്നു. നമ്മൾ കൂടി വരുമ്പോൾ എന്തിനാണ് കൂടി വരുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ വായിച്ച ഒരു കഥയിൽ നിന്ന്, ഒരുപക്ഷെ അത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ആ കഥയിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കും. ഒരു രാജാവിന്റെ അടുക്കൽ ഒരു ചിത്രകാരൻ വന്നു, പെയിന്റർ വന്നിട്ട് പറഞ്ഞു, Lord, give me a blank wall. I can make a spectacular picture on that. ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു മതില് തന്നാൽ ഞാൻ ഒന്നാന്തരം ഒരു പെയിന്റിങ് ഞാൻ അതിൽ വരച്ചു തരാം. അതേസമയം മറ്റൊരു പെയിന്ററും വന്നു അവിടെ. രണ്ടാമത്തെ പെയിന്റർ വന്നിട്ട് പറഞ്ഞു, I don't want anything, but I can draw the picture which the first painter draws. ആദ്യത്തെ ആള് എന്ത് വരയ്ക്കുന്നോ അതേ ചിത്രം തന്നെ എനിക്ക് ഇത് കാണാതെ വരയ്ക്കാൻ പറ്റും. രാജാവ് അത്ഭുതപ്പെട്ടിട്ട് ചോദിച്ചു, അതെങ്ങനെയാ? അപ്പൊ പറഞ്ഞു, ഇല്ല, വരച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയത്തു. രണ്ടുപേർക്കും മതിൽ കൊടുത്തു, രണ്ട് സൈഡിലുള്ള മതിലുകൾ കൊടുത്തു. രണ്ട് സൈഡിലുള്ള മതിലുകൾ കൊടുത്തിട്ട് രണ്ടുപേരോട് വരയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് നടുക്ക് ഒരു കർട്ടൻ ഇട്ടു. ആദ്യത്തെ പെയിന്റർക്ക് പെയിന്റ് കൊടുത്തു, ബ്രഷ് കൊടുത്തു, ഓയിൽ കൊടുത്തു, എല്ലാം കൊടുത്തു. ആദ്യത്തെ പെയിന്റർ വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഇത് തുറക്കത്തുള്ളൂ. അപ്പൊ ഇതൊരു ചാലഞ്ചാണ്. ആദ്യത്തെ പെയിന്റർ നന്നായിട്ട് എല്ലാം വരച്ചെല്ലാം കഴിഞ്ഞപ്പോൾ രാജാവിനോട് പറഞ്ഞു, I finished. This is a spectacular painting which I did. അപ്പൊ രാജാവ് വന്നിട്ട് പറഞ്ഞു, കേർട്ടൻ മാറ്റാൻ പറഞ്ഞു. കേർട്ടൻ മാറ്റി കഴിഞ്ഞപ്പോ നല്ല സുന്ദരമായ പിക്ചർ ഈ ഒന്നാമത്തെ പെയിന്റർ വരച്ചു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പെയിന്ററിന്റെ പടം നോക്കിയപ്പോ it is the exact one which the first painter drew. ആദ്യത്തെ പെയിന്റർ വരച്ച അതിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല, അതേ പിക്ചർ ആ മതിലുണ്ട്. രണ്ടാമത്തെ പെയിന്ററോട് ചോദിച്ചു, how did you do this? രണ്ടാമത്തെ പെയിന്റർ പറഞ്ഞു, I didn't draw a picture, but what I did is I just polished the wall. The only thing I did is I just polished the wall. ഞാൻ ആ രണ്ടാമത്തെ ഭിത്തി നല്ല ഭംഗിയായി, just like a mirror, I just polished it. അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. But what happened? It is the exact replica of the first picture went to the second wall. ഇതാണ് ദൈവവചന കേൾവിയിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഭവം. നമ്മൾ വലിയ പ്രസംഗകരും പാട്ടുകാരും സുവിശേഷകരും ഒന്നും ആകണ്ട. നമ്മൾ വലിയ പടങ്ങളൊന്നും വരയ്ക്കണ്ട. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ജസ്റ്റ് പോളിഷ് യുവർ ഹാർട്ട്സ്. നമ്മൾ നമ്മളെ തന്നെ ഇന്ന് പോളിഷ് ചെയ്താൽ, റിഫൈൻ ചെയ്താൽ, നമുക്ക് ഈ പറയുന്നതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് റിഫ്ലക്ട് ചെയ്യും. ദാറ്റ്സ് വാട്ട് എക്സാക്ട്ലി വി വാണ്ട് ടു ഡു. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഈ കേൾക്കുന്ന വചനങ്ങൾ അർത്ഥവത്തായി കേൾക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ പോളിഷ് ചെയ്ത്, അവിടെ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം പോളിഷ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ പറയുന്ന കാര്യങ്ങളെല്ലാം റിഫ്ലക്ട് ചെയ്യും. നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് അത് കാണാനായിട്ട് ഇടയാവുകയും ചെയ്യും.
ഇത് നമ്മളിലേക്ക് വരും, മറ്റുള്ളവരിലേക്ക്. അതുകൊണ്ട് ദൈവവചനത്തിന്റെ കേൾവി അർത്ഥമാക്കുന്നത് ഇതാണ്. നമ്മൾ കേൾക്കുകയും മറ്റുള്ളവർക്ക് ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇതിന് അർത്ഥമുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും വന്ന് ഇത് കേട്ടിട്ട് പോയിട്ട് യാതൊരു കഥയും ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഐ എം വെരി ഹാപ്പി ടു സീ 123 പാർട്ടിസിപ്പൻസ് ടുഡേ. നമ്മുടെ നമ്പർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ വരുന്നു. തിരുമേനി പറഞ്ഞതുപോലെ ഒരാളെ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞെങ്കിലും കുറച്ചുപേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. സ്വയം വന്നവരാകാം, വിളിച്ചുകൊണ്ട് വന്നവരാകാം. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഐ താങ്ക് യു ഫോർ ദാറ്റ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന്, കരുതലിന് ഈ പ്രാർത്ഥന ഒരു വലിയ അർത്ഥമാണ് കാണിക്കുന്നത്. ഒരാളുടെയും വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ഇത്രയും ആളുകൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് നൽകും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സാലി കൊച്ചമ്മയെ ഞാൻ പരിചയപ്പെടുത്തിയാൽ അത് വലിയ അപരാധമായി. ഞാൻ കൊച്ചമ്മയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കൊച്ചമ്മയാണ് ഇത് തുടങ്ങിയത്. ഇതിന്റെ ആദ്യ കാലത്ത് ഇത് ആരംഭിച്ചത് കൊച്ചമ്മ. അപ്പൊ പിന്നെ കൊച്ചമ്മയെ നമ്മൾ ഇതിന്റെ അകത്തോട്ട് സ്വാഗതം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കടുങ്കൈയായി. അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രിയപ്പെട്ട കൊച്ചമ്മയെ സ്നേഹപൂർവം ഇപ്പോഴും അതിന്റെ തുടക്കക്കാരി എന്നുള്ള നിലയിൽ മുതൽ ഇന്ന് വരെയും ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ആത്മാർത്ഥതയോടും പ്രിയപ്പെട്ട കൊച്ചമ്മ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നു, പ്രവർത്തിക്കുന്നു, സഹകരിക്കുന്നു. അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട അച്ഛനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട തമ്പാനച്ഛനും കൊച്ചമ്മയും കുടുംബമായി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സ്നേഹപൂർവ്വം ഇടപെടുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. സ്ഥാനമാനങ്ങളൊന്നും അല്ല നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു കാരണമായി തീരും. അതിനപ്പുറത്ത് നമ്മുടെ ആത്മാർത്ഥതയാണ്, നമ്മുടെ പ്രവർത്തനങ്ങളാണ് എല്ലാം നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചമ്മയെ സ്നേഹപൂർവ്വം വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ദൈവവചന ഘോഷണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യും. അച്ഛൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിവന്യ തിരുമേനി, പ്രിയ എബി അച്ഛൻ, മറ്റു വൈദിക ശ്രേഷ്ഠരെ, ഡോക്ടർ എലിസബeth തരകൻ, അവർ സെക്രട്ടറി ഷിനി കുര്യൻ, അവർ ട്രഷറർ ഷീന പുന്നൂസ്, ശേഷം ഈ സൂം മീറ്റിംഗിലായിരിക്കുന്ന എപ്പപ്പെട്ടവരുമായി നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. പുതുവർഷത്തിന്റെ 3ാമത്തെ ഫാസ്റ്റിംഗ് പ്രയറിലാണല്ലോ നമ്മൾ ആയിരിക്കുന്നത്. ഓരോ ആഴ്ചയിലും നമുക്ക് ലഭ്യമാകുന്ന ഈ ധന്യ നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആയതിലേക്ക് അധ്വാനിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിപ്പാനുള്ള കൃപയ്ക്കായി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ജനിച്ചാൽ നാം മരിക്കും, സുനിശ്ചിതമായ കാര്യമാണ്. പക്ഷേ അത് എങ്ങനെ എപ്പോൾ എന്നറിയാൻ സാധിക്കുന്നില്ല. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് അറിയുവാനായി നമുക്ക് സാധ്യമാകുന്നില്ല. 50 അധ്യായങ്ങളുള്ള ഉൽപ്പത്തി പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ ഞാൻ വൃദ്ധനായിരിക്കുന്നു, എന്റെ മരണ ദിവസം അറിയുന്നുമില്ല എന്ന് തന്റെ മകനായ ഏശാവിനോട് പറയുന്ന ഇസ്ഹാക്കിനെ നാം കാണുന്നു. ദുഃഖവും നിരാശയും പേറി തന്നെ പോലെ തന്നെ ദുഃഖിക്കുന്ന സമൂഹത്തെ ഓർത്താണ് നീതിമാനായ ഇയ്യോബ് പറയുന്നത്. 3-ാം അധ്യായം 21-ാം വാക്യം. അവർ മരണത്തിനായി കാത്തിരിക്കുന്നു, അത് വരുന്നില്ല താനും. എപ്പോഴും നാം ഓർക്കേണ്ട 4 കാര്യങ്ങളാണ്: മരണം, ന്യായവിസ്താരം, അഗ്നിനരകം, സ്വർഗരാജ്യം. പരിശുദ്ധ പാമ്പാടി തിരുമേനിയെ പോലെ ജനിച്ച നാൾ തന്നെ മരണദിനമാകുന്നത് എത്രയോ ഭാഗ്യകരമായ അവസ്ഥയാണ്. സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കുക: കർത്താവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനാകുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ, ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്ത പോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. 39-ാം സങ്കീർത്തനം 4-ഉം 5-ഉം വാക്യം. 90-ാം സങ്കീർത്തനം 12-ാം വാക്യം ശ്രദ്ധിക്കാം: ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജ്ഞാനമുള്ളൊരു ഹൃദയത്തിന്റെ ലക്ഷണമാണ് അന്ത്യത്തെ ഓർക്കുക എന്നത്.
ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രബോധിപ്പിക്കുന്നത് അതാണ്. ജ്ഞാനമുള്ള ഒരു ഹൃദയത്തിന്റെ ലക്ഷണമാണ് അന്ത്യദിനത്തെ ഓർക്കുക എന്നത്. സങ്കീർത്തനക്കാരനോടൊപ്പം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ലോർഡ്, let me know my end and what is the measure of my days. Let me know how fleeting my life is. So teach us to number of our days that we may get a heart of wisdom. എന്തുകൊണ്ടാണ് നമ്മൾക്ക് നമ്മുടെ അന്ത്യ നാഴിക അറിയാൻ വയ്യാത്തതുപോലെ കർത്താവ് മറച്ചിരിക്കുന്നത്, അല്ലെ ദൈവം നമുക്ക് വെളിപ്പെടുത്താത്തത്? പരിശുദ്ധ പിതാവായ അഗസ്തീനോസ് പറയുന്നത് ഇപ്രകാരമാണ്: ഓരോ ദിവസവും നമ്മുടെ അന്ത്യദിനമാണെന്ന് നാം ഓർക്കണം. അങ്ങനെ ഓർക്കുന്നില്ല എങ്കിൽ ദൈവഭക്തിയിലും വിശുദ്ധിയിലും മുന്നേറുവാൻ സാധ്യമാകുകയില്ല. അതുകൊണ്ടാണ് ദൈവം അന്ത്യനാഴിക നമുക്ക് വെളിപ്പെടുത്താത്തത്. അന്ത്യം എന്തും ആകട്ടെ, നമുക്ക് ദൈവഭക്തിയിലും വിശുദ്ധിയിലും മുന്നേറാമെന്ന പ്രാർത്ഥനയോടെ അടുത്ത പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഇതിൽ ഏതാണ്ട് 124 ആളുകളുണ്ട് ഈ സൂം ഗ്യാതറിങ്ങില്. നാം എല്ലാവരും എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തരാണ്. കാഴ്ചയില്, നമ്മുടെ കാഴ്ചപ്പാടുകളില്, നമ്മുടെ താലന്തുകളില്, നമ്മുടെ പ്രവർത്തനങ്ങളില്, നമ്മുടെ പദവികളില്, നമ്മുടെ സ്ഥാനമാനങ്ങളില് ഒക്കെ വ്യത്യസ്തരായിരിക്കുന്ന സമയത്ത് നമുക്ക് ഏവർക്കും ഒരുപോലെ ലഭ്യമാകുന്ന ഒരു കാര്യമുണ്ട് എല്ലാ ദിവസവും. അതിനകത്ത് ഏറ്റക്കുറച്ചിലോ വ്യത്യാസമോ ഇല്ല. നമ്മോടൊപ്പം ആയിരിക്കുന്ന, അല്ലെങ്കിൽ നാം അതിനോടൊപ്പം ആയിരിക്കുന്ന ഒരു സംഗതി. അതെന്താണ്? ഓർക്കുക. അതവിടെ നിൽക്കട്ടെ. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന തലക്കെട്ടിൽ വന്ന ഒരു വാർത്തയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം. കാരണം അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ടിട്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയേണ്ടി വരും. ഈ അവസരത്തില് എൻ്റെ ഓർമ്മയിലേക്ക് വന്നൊരു കാര്യം, നാട്ടിലെ ഒരു അച്ഛൻ വിശുദ്ധ കുർബാന അനുഭവത്തെ പറ്റി വിശദമായിട്ട് സ്ത്രീകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, വളരെ വിശുദ്ധിയോടെ, ഒന്നും ഭക്ഷിക്കാതെ, ഒരു ജലപാനം ഒന്നും കുടിക്കാതെ പോലും നിങ്ങൾ വന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കണം എന്നൊക്കെ പ്രസംഗിച്ചു. അപ്പോഴച്ഛൻ കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ കുളിക്കുമ്പോൾ വെള്ളം വായിൽ പോകും എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ കുളിച്ചില്ലെങ്കിലും എന്ന് പറഞ്ഞു. ഏതായാലും അച്ഛൻ പ്രസംഗിച്ചു. അവരുടെ ആ വിശുദ്ധി, അതായത് ജലപാനം കൂടാതെ വരണമെന്നുള്ളത് പഠിപ്പിക്കാനായിട്ട് പഠിപ്പിച്ച അച്ഛൻ പ്രസംഗിച്ചു കഴിഞ്ഞ് പോയി. അവിടെ നിന്ന് അമ്മച്ചിമാര്, കേട്ട അമ്മച്ചിമാര് മറ്റുള്ളവരോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു കുളിക്കാതെ വിശുദ്ധ കുർബാന അനുഭവിക്കാമെന്ന്. അപ്പൊ ഇത് കേട്ട ഒരു ആന്റി എന്നോട് വന്ന് ചോദിച്ചു, കൊച്ചമ്മ അങ്ങനെ നമുക്ക് നിയമമുണ്ടോ? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? കുളിക്കാതെ അച്ഛൻ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏതച്ഛനാ? അപ്പൊ അച്ഛന്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന അച്ഛൻ, ഡോക്ടറേറ്റുള്ള അച്ഛൻ, അങ്ങനെ പറയത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ അച്ഛനെ വിളിച്ചപ്പോ അച്ഛൻ പറഞ്ഞ ഇതാണ്: ഒരു തുള്ളി വെള്ളമെങ്കിലും നിങ്ങളുടെ വായിൽ പോകുമെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ നിങ്ങൾ കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കേട്ടപ്പോഴേ തിരിഞ്ഞുപോയി. അതുകൊണ്ട് ഈ കഥ വാർത്ത ശ്രദ്ധിച്ച് കേൾക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. നഷ്ടപ്പെട്ടു, കണ്ടുകിട്ടി. എന്താണെന്നോ? സ്വർണ്ണക്കട്ടികൾ 2 എണ്ണം. വെറും സ്വർണ്ണക്കട്ടികളല്ല, ഓരോ സ്വർണ്ണക്കട്ടികളിലും 60 വജ്രക്കല്ലുകൾ വീതം പതിപ്പിച്ചിട്ടുണ്ട്. 60 വജ്രക്കല്ലുകൾ വീതം പതിപ്പിച്ചിട്ടുള്ള സ്വർണ്ണക്കട്ടികളുടെ വില എത്രയാണെന്ന് ഡയമണ്ട് റിംഗ് ഉപയോഗിക്കുന്ന നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. തുടർന്ന് അതിൽ പറയുന്നു, ഇന്നലെ സൂര്യോദയത്തിനും അസ്തമയത്തിനും മധ്യേ അത്രേ ഇത് സംഭവിച്ചത്. നല്ല വെളിച്ചത്തിൽ നഷ്ടമായത് കണ്ടുകിട്ടുമോ? വീണ്ടെടുക്കാമോ? അറിയില്ല. പക്ഷെ പ്രതിഫലമില്ല. കാരണം അത് വീണ്ടെടുപ്പാൻ ആർക്കും സാധ്യമല്ല. അതെന്തെന്നറിയണ്ടേ? ഇന്നലെ പകലിന്റെ 2 മണിക്കൂറുകൾ, അതിന്റെ മിനിറ്റുകളാണ് 60 വജ്രക്കല്ലുകൾ. 120 വജ്രക്കല്ലുകളുള്ള ആ മണിക്കൂറുകൾ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു. കൈമോശം വന്നിരിക്കുന്നു. എത്ര വില കൊടുത്താലും അത് തിരികെ കിട്ടുന്നില്ല. വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ വൻ ദാനമായി ദൈവം നമുക്ക് അനുദിനം നൽകിയിരിക്കുന്ന കാര്യം എന്താണ്? ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. നമ്മൾക്ക് എല്ലാവർക്കും ഒരേപോലെ എല്ലാ ദിവസവും ലഭ്യമായിരിക്കുന്ന ആ വലിയ കാര്യം മനസ്സിലായോ? ടൈം, അല്ലെങ്കിൽ സമയം എന്നതാണ്. എല്ലാവർക്കും 24 മണിക്കൂറുകൾ തക്കത്തിൽ ഉപയോഗിക്കുക. തക്കത്തിൽ ഉപയോഗിക്കുന്നതിൽ, സമയത്തെ യൂട്ടിലൈസ് ചെയ്യുന്നതിലാണ് നമ്മുടെ വിജയം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ സമയം നഷ്ടപ്പെടുത്തരുത്. കാരണം ജീവിതം സമയം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളുടെ ജീവിതത്തെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ സമയം നഷ്ടപ്പെടുത്തരുത്. കാരണം ജീവിതം സമയം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്.
സൃഷ്ടിയുടെ ആരംഭത്തിൽ, അതായത് ഉൽപ്പത്തിയിൽ ഓരോ ദിവസവും എന്തൊക്കെ സൃഷ്ടിച്ചു എന്ന് വ്യക്തമായ കാഴ്ചപ്പാട് നമ്മൾക്ക് ലഭ്യമായതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓരോ ദിനവും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് നാം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ സമയം നമ്മോടൊപ്പം ഓടും. ഫോൺ എന്ന കൂട്ടുകാരൻ നമ്മുടെ കൂടെ കൂടിയതിനാൽ നമുക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല, ഒന്നിനും തികയുന്നുമില്ല. എപ്പോഴും പരാതികൾ, 24 മണിക്കൂർ ഇല്ലേ എന്ന സംശയം നമ്മളെല്ലാം നയിക്കുന്നുണ്ട്. അതിനാൽ നാം കൃത്യമായി ചെയ്യേണ്ട ദിനചര്യങ്ങൾ കുറെയൊക്കെ നമ്മൾ മാറ്റിവെക്കും. മാറ്റിവെക്കുന്നത് എന്താണ്? കുടുംബത്തിലെ കൂട്ടായ പ്രാർത്ഥന, ആരാധനയിലുള്ള പങ്കാളിത്തം, ഒരേ സമയത്ത് ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം, വേദവായന എന്നിവയൊക്കെ അല്ലേ നമ്മൾ മാറ്റിവെക്കുന്നത്. പ്രോക്രാസ്റ്റിനേഷൻ, അതായത് നാളെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന മാറ്റിവെക്കൽ ഓർ നീട്ടിവെക്കലാണ് നമ്മുടെ സമയം ശരിയായി വിനിയോഗിക്കുവാൻ സാധ്യമാകാത്തതിന്റെ പ്രധാന ഘടകം. പ്രോക്രാസ്റ്റിനേഷൻ ഇസ് ദ തീഫ് ഓഫ് ടൈം എന്നാണ് പറയുന്നത്. ഒരു മനഃശാസ്ത്ര തത്വമായിട്ടാണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. അത് നമ്മളെ ഒത്തിരി സ്ട്രെസ്സിലേക്ക് നയിക്കുകയും ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം നമ്മുടെ ജോലികൾക്ക് സമയനിഷ്ഠ ഉണ്ടാക്കുക എന്നതാണ്. കൃത്യസമയത്ത് ഉണരുക, കൃത്യസമയത്ത് പ്രാർത്ഥിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, സമയബന്ധിത ക്രമീകരണങ്ങൾ, പ്ലാനുകൾ നാം ഉണ്ടാക്കുക. സമയം ദൈവത്തിന്റെ ദാനമാണ്. അതിന് നാം ദശാംശം കൊടുക്കണം. ദൈവം തന്നിരിക്കുന്ന സമയത്തിന് നാം ദശാംശം കൊടുക്കണം. 24 മണിക്കൂറിൽ 2.4 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ 24 മിനിറ്റ് ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാണ്. ദൈവീയ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ അത് മാറ്റിവെക്കണം. അത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് നമ്മൾക്ക് പ്രാർത്ഥന, വേദവായന, നന്മയായി ചിന്തിച്ച് ധ്യാനിക്കുക, നല്ല കാര്യങ്ങൾ എഴുതുക, ദുഃഖിതരെ ആശ്വസിപ്പിക്കുക എന്നിവയ്ക്കായി വിനിയോഗിക്കുക. അതോടൊപ്പം അതിലൂടെ നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ നാം പങ്കുവെക്കുകയും ചെയ്യണം. ഈ ദശാംശത്തിൽ മാറ്റിവെച്ച സമയത്തിലൂടെ ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് മറ്റുള്ളവർക്കായി നാം പങ്കുവെക്കുകയും ചെയ്യണം. വലിയ നിക്ഷേപമായ സമയത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ആനന്ദവും സൗന്ദര്യവും എത്ര വലുതാണ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾക്കായി എത്ര സമയം ചെലവാക്കിയാലും നമുക്ക് ഒരു പരാതിയോ പരിഭവമോ ഇല്ല. അല്ലാത്ത കാര്യങ്ങൾക്ക് ഇച്ചിരി സമയം ദീർഘിച്ചാൽ നമ്മൾ പരാതിയുടെ പാണ്ടക്കെട്ടുകൾ അഴിച്ചിടുവാൻ തുടങ്ങും. ഉദാഹരണത്തിന് 1, 2 സിനിമകൾ ബ്രേക്കില്ലാതെ നമ്മൾ ഇരുന്ന് കാണും. പക്ഷേ ഒരു ദിവസത്തെ കുർബാന മൊത്തമായി കാണുവാൻ, അല്ലെങ്കിൽ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ പള്ളിക്കുള്ളിൽ നിന്നൊന്ന് ആരാധിക്കുവാൻ, അതിനെ ഒന്ന് ദർശിക്കുവാൻ, അതിനെ ഒന്ന് ആസ്വദിക്കുവാൻ നമുക്ക് ആർക്കും സമയമില്ല. എന്തിനാണ് ഇത്രയും സമയം? ഇത് കുറെ ഭാഗങ്ങളൊക്കെ വെട്ടിച്ചുരുക്കല്ലോ. ഓർത്തഡോക്സുകാർക്ക് മാത്രമേ ഉള്ളൂ അല്ലെ ഇങ്ങനെ പ്രാർത്ഥന എന്ന് ചിന്തിക്കാത്തവർ തുലവും ചുരുക്കമായി വരുന്നു. പ്രിയമുള്ളവരെ, തിരുബലിയിൽ നിന്നും ലഭ്യമാകുന്ന അനുഗ്രഹമല്ല സിനിമയിൽ നിന്ന് എന്ന് ഗ്രഹിപ്പാനുള്ള സുബോധത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്ന് സഭാപ്രസംഗി നമ്മളോട് പറയുമ്പോൾ പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടപ്പാൻ നോക്കുവീൻ. സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവേൻ. എഫേസ്യർ 5:15-16 വാക്യങ്ങളാണ് ഞാനിവിടെ ഓർമ്മിപ്പിച്ചത്. സമയം തക്കത്തിൽ ഉപയോഗിക്കുവീൻ. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ നാളുകളെ എണ്ണുവാനും ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പാനും നമുക്ക് ഒരുങ്ങാം. 2025 എന്ന പുതുവർഷത്തിൽ നല്ല കാര്യങ്ങൾക്കായി നല്ല രീതിയിൽ സമയം ചെലവിടുവാനും അത് തക്കത്തിൽ ഉപയോഗിച്ച് ദൈവത്തിനു മുമ്പാകെ നല്ല കാര്യ വിചാരകന്മാരാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രോക്രാസ്റ്റിനേറ്റേഴ്സ് ആകാതെ സ്റ്റുവേർഡ്സ് ആയി തീരുവാൻ നാഥാ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. സമയത്തിന് നാം വലിയ വില കൊടുക്കേണ്ടി വരും. സമയത്തെ പറ്റി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ TIME എന്നുള്ള ഓരോ ലെറ്റേഴ്സിനെ പറ്റിയും നമ്മുടെ ചിന്താധാരയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ
എൻ്റെ മനസ്സിലേക്ക് തോന്നിച്ചത് നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് എൻ്റെ കൃത്യത്തിൽ നിന്ന് വിരമിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. T for think. നല്ലതായി ചിന്തിച്ച് നല്ല കാര്യങ്ങൾക്കായി നമ്മുടെ സമയം ഉപയോഗിക്കണം. I for improve. നമ്മുടെ സമയത്തെ ഓരോ പ്രാവശ്യവും മെച്ചപ്പെടുത്തി കാര്യങ്ങൾ ക്രമീകരിക്കണം. M for motivate. സ്വയമായും മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കുവാനായി നാം സമയം കണ്ടെത്തണം, പ്രോത്സാഹിപ്പിക്കുവാനായി നാം സമയം കണ്ടെത്തണം. E for elevate. മറ്റുള്ളവരെ നമ്മേക്കാൾ എലിവേറ്റ്, അതായത് ഉയർത്തിക്കാണുവാനും ബഹുമാനിപ്പാനും പൂർണ്ണ മനസ്സോടെ നാം സമയം കണ്ടെത്തണം. എൻ്റെ ഈ ഫൈൻഡിങ്സിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമേ. ഈ ഫാസ്റ്റിംഗ് പ്രയറിലേക്ക് എനിക്ക് അവസരം തന്ന പ്രിയ എബിയച്ചൻ, ഡോക്ടർ എലിസബത്ത് ആൻറ്റി, കേൾവിക്കാരായ നിങ്ങൾ ഏവരോടുമുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് ചേരുമ്പോൾ പ്രകാശിക്കുവാൻ നമുക്ക് സാധ്യമാകും. അങ്ങനെ നമ്മുടെ MMVSന്റെ മോട്ടോയിൽ മുന്നേറുവാനും സമയം തക്കത്തിൽ ഉപയോഗിച്ച് മുന്നേറുവാനും മർത്തമറിയ സമാജാംഗങ്ങളായ ഏവർക്കും സാധ്യമാകട്ടെ എന്നാശംസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ശ്രേഷ്ഠമായി വേല ചെയ്യുന്ന ഒരു പുരോഹിത കുടുംബമായി എന്ന് ശോഭിക്കുവാൻ ഞങ്ങൾക്കും കൃപ ലഭിക്കാനായി ഓരോരുത്തരും ഓർക്കണമേ എന്ന അപേക്ഷയോടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ലവ് യു ഓൾ. താങ്ക് യു. Thank you, Kochumma, for the valuable words. നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് സമയം എന്ന് പറയുന്നത്. സമയം, എനിക്ക് തോന്നുന്നു വാച്ച്, ക്ലോക്ക്, ടൈം പീസ് ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. പ്രായമായ ആളുകളൊക്കെ പറയാം അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സമയം കുറഞ്ഞു പോകുന്നു. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഒന്നും ഒരിടത്തും എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പണ്ട് ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു, എല്ലാം മാനുവൽ ആയിരുന്നു. അതെല്ലാം മാറി. നമ്മളത് ആലോചിച്ച് നോക്കിയ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചാണല്ലോ നമ്മൾ കൂടുതൽ ചിന്തിക്കുക. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാനുവലി ചെയ്യാനുണ്ടായിരുന്നു പണ്ട്. അന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് കൂടുതൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സമയം നമുക്ക് കൂടുതൽ ഇല്ലാതെ പോകും, അധ്വാനങ്ങളില്ലാതെ പോകുന്നു, സമയമില്ലാതെ പോകും. കൊച്ചമ്മ പറഞ്ഞ ഒരു കാര്യം, നമുക്ക് ഒത്തിരി സമയമുണ്ട് പല കാര്യങ്ങൾക്കും, പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾക്ക് സമയം നമുക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു പരാതിയാണ് എല്ലാവരുടെയും. അതെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അത് കഷ്ടപ്പാടിന്റെ കാര്യങ്ങൾ പറയാനുണ്ടാവും, ജോലി തിരക്കുകളുടെ കാര്യങ്ങൾ പറയാനുണ്ടാവും, മറ്റു പല വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ടാകും. അതൊക്കെ ഉണ്ട്. സമയം തക്കത്തിൽ വിനിയോഗിക്കുക എന്നുള്ളത് we do regret every time. ഓരോ ദിവസവും പുറമോട്ട് തിരിഞ്ഞു നോക്കിയാൽ അയ്യോ അത് ചെയ്യാൻ പറ്റിയില്ല, ഇത് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഓരോ ദിവസവും അങ്ങനെ ചിന്തിക്കും. തക്കത്തിൽ വിനിയോഗിക്കാനുള്ള അവസരം നമുക്കുണ്ട്, സമയമുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് ശരിയായി വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതായിരുന്നു കൊച്ചമ്മ പറഞ്ഞതിന്റെ ഉദ്ദേശം. യഥാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി യഥാർത്ഥ സമയം യഥാസമയം ഉപയോഗിക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ചോദ്യം. സമയം എങ്ങനെ വിനിയോഗിക്കുന്നു? എല്ലാവർക്കും ഒരേ സമയമാണ്, 24 മണിക്കൂർ, ആഴ്ചയിൽ 7 ദിവസം, ഒരാൾക്ക് പോലും വ്യത്യാസമില്ല. എല്ലാവർക്കും ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ചെയ്യാത്ത ആളുകളും ഒക്കെ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് പാടുമ്പോഴും പറഞ്ഞത് അലസത എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അലസത, നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ, പിന്നെ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നത് പോലെ
നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ നമ്മുടെ സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും എന്നുള്ളത് നമ്മളെ പ്രിയപ്പെട്ട കൊച്ചമ്മ വാക്കുകളിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് സമയം തക്കത്തിൽ വിനിയോഗിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ആ വാക്കുകൾക്ക് പ്രിയപ്പെട്ട കൊച്ചമ്മയോട് ഉള്ള നന്ദിയും സ്നേഹവും പ്രിയപ്പെട്ട അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. പ്രിയപ്പെട്ട ഐസക് അച്ഛനും പ്രിയപ്പെട്ട തമ്പാൻ അച്ഛനും നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പ്രിയപ്പെട്ട രണ്ടച്ഛന്മാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സുസൻ തമ്പാൻ കൊച്ചമ്മ, സാലി കൊച്ചമ്മ, ദൈവവചനം നമ്മോട് സംസാരിക്കാൻ ഇടയാകുകയും ഇന്ന് പരിശുദ്ധാത്മ നിയോഗ പ്രകാരം ഈ പ്രെയർ ലൈനിൽ സംസാരിക്കാൻ ദൈവം തിരഞ്ഞെടുക്കുകയും ഒരു നല്ല ദൂത് കാഴ്ചവെക്കുകയും ചെയ്യുവാൻ ദൈവം അനുവദിച്ചുവല്ലോ. ദൈവം തമ്പുരാനെ നന്ദി കരയേറ്റുന്നു. അതുപോലെ തന്നെ കൊച്ചമ്മയ്ക്കും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയെയും അച്ഛനെയും ആ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും മക്കളെയും കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കുന്നതോടൊപ്പം വചനം സംസാരിക്കുന്നതോടൊപ്പം എപ്പോഴും പ്രവർത്തനങ്ങളിൽ അത് കൊണ്ടുവരികയും ഈ അമേരിക്കൻ ഡയോസിസിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലോട്ടും പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ കുടുംബമായി പ്രവർത്തിക്കുന്നതിന് ദൈവം തമ്പുരാനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ അവസാനം എന്ന് കരുതി ജീവിക്കുകയാണെങ്കിൽ നമുക്കും വിശുദ്ധിയിലേക്ക് വളരുവാൻ എളുപ്പമാവും. നമുക്കത് സാധിക്കുന്നില്ലല്ലോ, സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയത്തിനെ തക്കത്തിൽ ഉപയോഗിക്കുവാനും സ്വയം ഇംപ്രൂവ് ചെയ്യാനും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും എലിവേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കണമേ. എല്ലാ 1/10 സമയത്തിന്റെ 1/10 ഉപയോഗിക്കുവാനും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒക്കെ ഏറ്റവും സമയം ചെലവാക്കാനും ഞങ്ങളെയും സഹായിക്കണമേ, ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് പ്രത്യേകമായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. നമുക്ക് ഒരു പ്രത്യേക ദിവസമാകുന്നു. ദൈവം തെരഞ്ഞെടുക്കുന്ന ദിവസത്തിൽ ആര് സംസാരിക്കണം, ആര് പ്രാർത്ഥിക്കണം, ഓരോന്നും വേദപുസ്തകം വായിക്കുന്നതും പാട്ടുപാടുന്നതും എല്ലാം ഓരോരുത്തരുടെയും ഇന്ന് സാന്നിധ്യവും എല്ലാം വൈദിക സാന്നിധ്യം, ദൈവിക സാന്നിധ്യം ഇന്ന് ആരോ ഒന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകമായി ഓർത്തു. വൈദികന്മാരുടെ എല്ലാം സാന്നിധ്യം, ദൈവിക സാന്നിധ്യം, ദൈവം തെരഞ്ഞെടുത്ത അഭിഷിക്തന്മാരുടെ സാന്നിധ്യമുണ്ട്. അല്ലാത്ത എല്ലാ പ്രിയപ്പെട്ടവരുടെയും ദൈവം ഭൂമിയിലേക്ക് അയച്ച എല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. ഒപ്പം ദൈവം തമ്പുരാൻ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലുണ്ടല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്നെത്താൻ താഴ്ത്തി എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കുറവുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മെ കഴുകി ശുദ്ധീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉള്ള റിക്വസ്റ്റുകളാകുന്നു. പരിശുദ്ധ ബാവ തിരുമേനിയെ പ്രാർത്ഥനയെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ സഭാ നേതാക്കളെയും സമർപ്പിച്ച് ഒരുമിച്ച് കുരിശിന്റെ ചുവട്ടിൽ വരുവാൻ ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കാം. അഭിവന്യ മാറിവാനീസ് തിരുമേനിക്ക് വളരെയധികം ചുമതലകൾ നിർവഹിക്കാനും ഈ യാത്രയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. തിരുമേനിയുടെ യാത്രയിലും ക്ഷേമമായി പോയി വരുവാനും എല്ലാ പ്രവർത്തനങ്ങളെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തിരുമേനിമാരെയും എല്ലാ അഭിഷിക്തന്മാരെ അച്ഛന്മാരെയും കൊച്ചമ്മമാരെയും കോർപ്പിസ്കോപ്പ റംബാച്ചൻ എല്ലാ പദവിയിലുള്ള വൈദിക ശ്രേഷ്ഠരെയും ചമ്മാശന്മാർ അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഇടവകയിലെയും പുരോഹിതന്മാരെ പ്രത്യേകമായി സമർപ്പിക്കുന്ന ഇടവകാംഗങ്ങളെ സമർപ്പിക്കുന്നു. ഓൾട്ടർ ബോയ്സിനെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ദാനിയൽ ജേക്കബ്, പുതുതായി ഓൾട്ടർ ബോയ്സ് സ്ഥാനം ഏറ്റ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. തമ്പുരാനെ ആത്മീയ സംഘടനകളുടെ നേതൃത്വം കൊടുക്കും. മർത്തമറിയൻ സമാജം ഭാരവാഹികളെ എല്ലാവരെയും തന്നെ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ബർത്ത്ഡേസ് ആയിരുന്ന ഫിലിപ്പ് ജേക്കബ് അച്ഛൻ, ജേക്കബ് ബേബി അച്ഛൻ, അതുപോലെ നമ്മുടെ ഓർമ്മയിൽ വരുന്ന എല്ലാ ബർത്ത്ഡേ ആർക്കും സ്തോത്രത്തോടെ, വെഡിങ് ആനിവേഴ്സറി ആയിരുന്നവരെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. എടുത്തു പറഞ്ഞതുപോലെ സെന്റ് ഗ്രിഗോറിയോസ് ഹ്യൂസ്റ്റൺ ചർച്ചിന്റെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് അനുഗ്രഹമാക്കണമേ. അഭിമന്യ തിരുമേനിയും എല്ലാ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും എല്ലാ അംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. ആ ദേവാലയത്തിന്റെ നിർമ്മാണവും പ്രവർത്തനവും അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിഖായിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരെയും അല്ലാത്ത ആത്മാരെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൊടുക്കണമേ. പൈങ്ങോലി അച്ഛനും ശുശ്രൂഷിക്കുന്ന കൊച്ചമേ എല്ലാ കുടുംബാംഗങ്ങളെയും മെഡിക്കൽ ടീമിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജോസഫിനെ, അന്നമ്മ ഫിലിപ്പ്, സൂസി,
കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിന് സ്തോത്രം ചെയ്യുന്നതുകൊണ്ട് തുടർന്ന് പ്രാർത്ഥിക്കുന്നു. ലീലാമ്മ മാത്യു, റോസമ്മ, ഏബ്രഹാം പുതക്കാലിൽ, ബെഞ്ചമിൻ, ഏബ്രഹാം, നെയ്തൻ, നോവ, ക്രിസ്റ്റ ജോസഫ്, ഇവരെയൊക്കെ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ധാരാളം പേരുകളുണ്ട്. എല്ലാം ഒരുപോലെ ദൈവസന്നിധിയിൽ വയ്ക്കുന്ന അവർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയായ കാലം മുതലുള്ള എല്ലാ റിക്വസ്റ്റുകളും, ഇന്ന് വരെ ഈ പ്രെയർ ലൈനിൽ വന്നിട്ടുള്ള എല്ലാ റിക്വസ്റ്റുകളും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സൗഖ്യമായവരും സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നവരും തേനുബ്രാൻ ഇനിയും ഇപ്പോൾ സൗഖ്യമായില്ലെങ്കിലും കൃപയോടുകൂടി അവരുടെ വിഷമങ്ങൾ ദൈവസന്നിധിയിൽ ഓവർകം ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നു. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തവരെ സമർപ്പിക്കുന്നു. സഭയുടെ സമാധാനം കണ്ണുനീരോടുകൂടെ അവരവരുടെ പിഴ എൻ്റെ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ വയ്ക്കുന്നു. രാഷ്ട്രത്തിലെ നേതാക്കളെ സമർപ്പിക്കുന്നു. നാം വിട്ടുവന്ന രാജ്യം, നമ്മുടെ കൊച്ചു കേരളം, ഈ രാജ്യത്തെ സമർപ്പിക്കുന്നു. യുദ്ധത്തിൽ പീഡ അനുഭവിക്കുന്ന ഏതാണ്ട് 32 പരം രാജ്യങ്ങൾ, അല്ലാതെ ക്രിസ്ത്യാനികളായും അല്ലാതെയും പീഡ അനുഭവിക്കുന്ന 76 പരം രാജ്യങ്ങളെ സമർപ്പിക്കുന്നു. കാലിഫോർണിയയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കലാമിറ്റീസ്, അതുപോലെ ലോകമെങ്ങുമുള്ള കലാമിറ്റീസ് സമർപ്പിക്കുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാകുന്നല്ലോ. ഗർഭസ്ഥ ശിശുക്കൾ മുതൽ ശൈശവപ്രായം, ബാല്യപ്രായം, പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ജോലി ചെയ്യുന്നവരെ, കുടുംബസ്ഥർ, പല വിധത്തിലുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. ലഹരി, ഇന്റർനെറ്റ് ഇതിന്റെ അടിമത്തത്തിൽ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ഇതിന്റെ എല്ലാം അടിമപ്പെട്ട് കർത്താവിന്റെ കരങ്ങൾ പിടിക്കുവാനും മുൻപേ ദൈവരാജ്യവും നീതി അന്വേഷിപ്പാനുള്ള കൃപ അവർക്ക് കൊടുക്കണമെന്ന് കണ്ണുനീരോടെ യാചിക്കാം. സ്വയം നമ്മൾ പ്രാർത്ഥിക്കുന്നവർ ശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോയലിനും ജിയാനും മാത്യു, എവലിൻ ഇവർക്കെല്ലാം സ്തോത്രം പറഞ്ഞുകൊണ്ട് ഹാന, ആൻ 2 പേര്, എലിസബത്ത് 2, കാരോളിൻ, ആൽബിറ്റ്, ലോറൻസ്, രോഹൻ, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനസ്സിലുള്ള എല്ലാ കുഞ്ഞുമക്കൾ, ലോകമെമ്പാടുമുള്ള മക്കൾ എല്ലാവർക്കും പ്രാർത്ഥിക്കും. ജോലിയിൽ സ്ട്രെസ് അനുഭവിക്കുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു. ആമണപ്പള്ളി ചർച്ചിന് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് കാൽഗറി ചർച്ച്, എഡ്മണ്ടൺ ചർച്ച്, അറ്റ്ലാന്റ ചർച്ച്, ബി ഫിലിപ്പച്ചന്റെ ചർച്ച്, സെയിന്റ് ബർണബാസ് ചർച്ച്, എല്ലാ ചർച്ചസിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന, കുഞ്ഞുങ്ങളെ ലഭിച്ചവർക്കെല്ലാം വേണ്ടി സ്തോത്രം. രേഷ്മമാർ 2 പേരെ സ്തോത്രം. ഇനിയും രേഷ്മയുണ്ട്. അതുപോലെ ഏഞ്ചൽ, അതുപോലെ തന്നെ ഹാനോക്ക്, ഇവർക്കെല്ലാം വേണ്ടി സ്തോത്രം പറയുന്നു. കുഞ്ഞുങ്ങളെ ലഭിക്കേണ്ട അനേക പേരുടെ അപേക്ഷയുണ്ട്. എല്ലാം ഒരുപോലെ ദൈവസന്നിധിയിൽ വഹിക്കുന്നു. മക്കൾ യഹോവയുടെ ദാനം, ഉദരഫലം യഹോവയുടെ സമ്മാനമാണ്. കുഞ്ഞുങ്ങളെ നന്നായി വളർത്തിക്കൊണ്ടുവരാൻ കൃപ. ജീവിത പങ്കാളികൾ ലഭിച്ചവർക്ക് വേണ്ടി ദൈവഹിതത്തിന് സമർപ്പിച്ചവരെ ദൈവസന്നിധിയിലേക്ക് വായിക്കുന്നുണ്ട്. അതില് താര, മറിയ എന്ന ജോർജി, ഇവർക്കെല്ലാവർക്കും വേണ്ടി, അതുപോലെ ഉള്ള എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ ജീവിത പങ്കാളികളെ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ എല്ലാ ആത്മാക്കളെയും, അഭിഷിക്തരുടെ ആത്മാക്കളെ സമർപ്പിക്കുന്നു. അതുപോലെ ജിനി മാത്യു, MV ജോർജ്, ഈ മക്കളെയും എല്ലാ പ്രിയപ്പെട്ട ആത്മാക്കളെയും, ചെറിയ പ്രായത്തില് ദൈവസന്നിധിയിലേക്ക് ആത്മാക്കൾ വാങ്ങിപ്പോയി ഇപ്പോഴും ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. വാസ്കോ എന്ന് പറഞ്ഞ ഒരു മകനെ, എല്ലാ പ്രിയപ്പെട്ടവരും നഷ്ടപ്പെട്ടു പോയി. അടുത്ത സമയത്താണ് ആൽബർട്ട് എന്ന് പറയുന്ന ഫാദർ പോയത്. ബാക്കി എല്ലാ അംഗങ്ങളും നഷ്ടപ്പെട്ട് ഒരു അനാഥനായി പോയി. അതേപോലെയുള്ള അനേകം മക്കളുണ്ട്. എല്ലാവരും ദൈവസന്നിധിയിലോട്ട് സമർപ്പിക്കുന്നു. വിട്ടുപോയ കാര്യങ്ങളുണ്ട്. വോളണ്ടറി സംഘടനകള്, അവരുടെ പ്രവർത്തനങ്ങൾ സാമ്പത്തികമായി അനാഥരായ എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള മക്കളെ ഉള്ള വിശ്രാന്തി, കാരുണ്യനില, ആശ്രയ, പ്രശാന്തം, പല സംഘടനകളുണ്ട്. അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ നമുക്കും അതുപോലെ മറ്റു പലർക്കും ഉള്ള കൃപ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാം. എക്സാം എഴുതുന്ന മക്കളുണ്ട്, അവരെ പ്രത്യേകം, ജയിലിലുള്ള വാസമുള്ളവരെ വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ, നമ്മളൊരു അച്ഛനെ പ്രത്യേകം, നമ്മുടെ റിൻചോ കോശിൻ പറഞ്ഞ അച്ഛനെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ സഹായം എത്തിച്ചു കൊടുക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം. വിട്ടുപോയ കാര്യങ്ങളും ദൈവസന്നിധി സമർപ്പിക്കുന്നു. വീണ്ടും തലകൾ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളെയും, വന്നു ചേരാത്തവരെ, സൂയിസൈഡ് ടെൻഡൻസി, ഡിപ്രഷൻ ആയിരിക്കുന്ന മക്കളെ ഒക്കെ സമർപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട മോനി ഈപ്പനാണ്. മോനിയപ്പൻ കുടുംബത്തെയും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മോനിയപ്പൻ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
മോനെയും ഈപ്പൻ. അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കണമേ. ഹലോ, മോനീപ്പൻ. എലിസബത്ത് ആന്റി കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഓക്കെ. പ്രാർത്ഥിച്ച കരുണയുള്ള കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ദൈവമേ, വെള്ളിയാഴ്ച ദിവസത്തിനായിട്ട് സ്തോത്രം. മാതാവിൻ്റെ നാമത്തിലുള്ള ഈ പ്രാർത്ഥനയിൽ ദൈവമേ പങ്കുചേരുവാൻ ഏഴയ്ക്കും കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. ദൈവമേ, ഞങ്ങളിൽ നിന്ന് നിന്നതല്ല, അവിടുന്ന് നിർത്തിയതാണല്ലോ, ദൈവം തന്നതാണല്ലോ, അല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ലല്ലോ. ഈ ജീവിതത്തിൽ ഞങ്ങളൊന്നും നേടിയില്ലല്ലോ കർത്താവേ. അവിടുത്തെ കൃപ, കരുണ, ദയ മാത്രം ഞങ്ങൾ ജീവിക്കുന്നു കർത്താവേ. അഭിവന്യ ഇവാനിയോസ് തിരുമേനിക്ക് വേണ്ടിയും തമ്പാനച്ചന് വേണ്ടിയും എബിയച്ചന് വേണ്ടിയും ഞങ്ങളുടെ ഐസക്കച്ചന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവയുടെ ശ്രേഷ്ഠമായ ദൈവമേ സേവനം, ദൈവമേ ഞങ്ങൾക്ക് തരുന്നതായ ആത്മീകമായ വചനങ്ങൾ ഒക്കെയും ദൈവമേ നിന്റെ മക്കളെ കർത്താവ് അനുഗ്രഹത്തോടെ നിലനിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, പല ഭവനങ്ങളിലായിരുന്ന 124 ദൈവമേ ഞങ്ങൾ മക്കൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒരു മനസ്സോടുകൂടി യാചിപ്പാന് ദൈവം തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ. ദൈവമേ, ശലോമോന് കൊടുത്ത വിശ്രം ഞങ്ങളുടെ തലമുറകൾക്ക് കർത്താവേ അവിടുന്ന് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടുത്ത ആഴ്ചയുള്ള ഹാർഡ് ഫ്രീസിങ്ങിൽ നിന്നും ആർക്കും ഒരു വിഷമവും ആപത്തും വരാതെ എല്ലാവരെയും ദൈവം കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവമേ, എബിയച്ചനിൽ നിന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ. കേൾക്കുന്നവരായിട്ടല്ല കർത്താവേ, വചനം പ്രവർത്തിപ്പാനുള്ള ദൈവകൃപ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സാൽകൊച്ചുമേൽ നിന്ന് കേട്ട വചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ജീവിതത്തിലെ സമയം തക്കത്തിന് ഉപയോഗിപ്പാനുള്ള ദൈവകൃപ നീ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കൊണ്ട് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും അന്ത്യദിനമാണെന്ന് ഓർത്തുകൊണ്ട് ജീവിപ്പാൻ ഉള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. ദൈവഭക്തിയിലും വിശ്വാസത്തിലും കർത്താവെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ദൈവം ഈ ഞങ്ങളെല്ലാവരെയും ഈ ദേശത്ത് വന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം കാത്തുതോർത്ത് സ്തോത്രം. ദൈവമേ, ഓർത്തഡോക്സ് സഭയ്ക്കായിട്ട് സ്തോത്രം, ശ്രേഷ്ഠ കാതോലിക്ക ബാവായ്ക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹത്തോടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സെന്റ് ഗ്രിഗോറിയസ് ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിർമ്മാണ പ്രവർത്തനങ്ങളിലെല്ലാം കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ സന്നിധിയിൽ വെച്ച എല്ലാ രോഗികളെയും ബർത്ത്ഡേ ഘോഷിക്കുന്നവരെയും എല്ലാ മക്കളുടെ ആവശ്യങ്ങളെയും ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രയർ ലൈനെ യേശു അനുഗ്രഹിക്കണമേ കർത്താവെ. മാതാവിന്റെ നാമത്തിലുള്ള ഈ പ്രാർത്ഥന ലൈന് കർത്താവെ അനേകർക്ക് അനുഗ്രഹമായിട്ട് തീരുവാന് ഉള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വീണ്ടും വരുന്ന കർത്താവിന് വേണ്ടി ഒരുങ്ങി അവസാനത്തോളം ജീവിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും കർത്താവേ. കർത്താവ് വിളിക്കുമ്പോൾ ആ സന്നദ്ധിയിൽ കർത്താവേ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസി എന്നുള്ള സ്വരം കേൾപ്പാൻ തക്കവണ്ണം ഒരുങ്ങി ജീവിപ്പാൻ നീ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സമയം തന്ന ദൈവത്തിന് സ്തോത്രം. നിന്റെ പ്രകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം 1000 ദിവസത്തെക്കാൾ ഉത്തമമാകുന്നുണ്ട് സ്തോത്രം. ഇന്നു പോലൊരു വെള്ളിയാഴ്ച ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശില് കർത്താവേ ഞങ്ങളുടെ പാവമെല്ലാം ഏറ്റു, രോഗമെല്ലാം ഏറ്റു, വേദനയെല്ലാം ഏറ്റു. ഞങ്ങൾക്ക് നിത്യജീവൻ തന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാം സകലവും ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തില് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിച്ചു കൊള്ളുന്നു. ആമീൻ. സ്തോത്രം. തമ്പാനച്ചനുണ്ടെങ്കിൽ ആശീർവാദം പറയാമോ? പറയാം. പാർക്കുമോർ പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നാം ഏവരോടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും എല്ലാ കാര്യങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.
ഷീന. Good morning, everyone. On behalf of MMBS, I extend my heartfelt gratitude to all who made this morning's fasting prayer a blessed and uplifting gathering. First and foremost, we offer our deepest thanks to Almighty God for His abundant grace and blessing, bringing us together in prayer and fellowship. We are immensely grateful to His grace, Dr. Thomas Marivanios, for his spiritual leadership and prayer, which continue to inspire and strengthen us. A heartfelt thank you to Reverend Father A.B. Abraham Achin for his guidance and unwavering support in all our spiritual endeavors. Thank you for Tamban Achin and Isaac Achin for joining us during this prayer. A special thanks to Susan Tamban Kochima for her powerful and inspiring message today, which deeply touched and encouraged us all. Her heartful words were a true blessing and left profound impact on everyone present. As she so beautifully emphasized during her message, the importance of prayer in our lives cannot be overstated. She reminded us that prayer is not just a routine act, but a vital connection with God, a source of strength, guidance, and a solace in every moment of our lives. Kochima also urged us not to procrastinate, but to take action in faith and to be faithful stewards of the time, talents, and opportunities God has entrusted to us. Thank you, Shini, for your dedication in sending out timely announcements and ensuring everyone is informed about these fasting prayer meetings. We also express our sincere gratitude to Elizabeth Ante for her tireless efforts in organizing these fasting prayers every week, coordinating with each region and ensuring everything runs seamlessly. A big thank you to all the MMBS members who actively contributed to today's gathering. Special mention to Mrs. Lalama Samuel, Mrs. Eliama Matthew, and Mrs. Leah Robin for the Bible reading, and Mrs. Daisy George and Mrs. Pushpa Thomas for the melodious songs, and Mrs. Moni Epin for leading the intercessory prayers. Your wholehearted participation add immense value to these sessions. In closing, a warm thank you to everyone who joined this morning's fasting prayer. Your presence, prayers, and commitment makes these gatherings truly meaningful and uplifting. As Tirumeni encouraged us last week, let us each strive to bring one more person to join the Zoom meeting every week. By doing so, we can share in the blessing of fellowship, strengthen our community, and grow together in faith, spiritual devotion. May all glory be to the Father, Son, and Holy Spirit forever and ever. Amen. നമ്മുടെ കൂടെ തോമസ് മാത്യു അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ഷീനയ്ക്കും നന്ദി പറയുന്നു. താങ്ക് യു തോമസ് മാത്യു അച്ഛൻ. ഞാൻ കണ്ടില്ല. പോയി അപ്പോഴത്തേക്ക് പോയി, നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് പോയി. ശങ്കരത്തിലെ ചെമ്മാച്ചനും ഉണ്ടായിരുന്നു. ശങ്കരത്തിൽ സമാജനം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇടയ്ക്ക് ഓ നമ്മൾ കാണാതെ പോയി. അപ്പൊ അവർക്ക് ഞാൻ നോക്കിയപ്പോ രണ്ടുപേരെ കണ്ടുള്ളൂ. കണ്ടുള്ളൂ. അവര് പിന്നെ പോയി. ജോയിൻ ചെയ്തേ. കഴിഞ്ഞ ആഴ്ച പിസർജൻ ഉണ്ടായിരുന്നു. നമ്മൾ ഓ പെട്ടെന്ന് കാണാതെ പോയി. എല്ലാവർക്കും ഓക്കെ നന്ദി. ഓക്കെ ഓക്കെ Thank you. താങ്ക് യു താങ്ക് യു Okay. താങ്ക് യു Bye. താങ്ക് യു താങ്ക് യു ഓൾ. ബൈ.